ഇപ്പോൾ കൊടകര പ്രശ്നം കഴിഞ്ഞു, അങ്ങനെ BJP പ്രശ്നം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അടുത്തത് വീണ്ടും ഒരു പ്രശ്നമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ. ഇപ്പോൾ പാലക്കാട്ട് ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യരുടെ മേളങ്ങളാണ് കേൾക്കുന്നത്. സന്ദീപ് വാര്യർ ഈ താമര നിലത്തിട്ട് കോൺഗ്രസിന് കൈ കൊടുക്കുന്നതിന് പിന്നാലെ BJP പാളയത്തിൽ നിന്ന് കൂടുതൽ പേരെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കാനാണ് VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശ്രമം നടക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ ചില അംഗങ്ങൾ UDF-നൊപ്പം ചേർന്നേക്കുമെന്നാണ് അഭ്യൂഹം. ചില കൗൺസിലർമാരുമായിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സന്ദീപ് വാര്യരുമായിട്ട് തന്നെ 8 ദിവസത്തെ നീക്കങ്ങളായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. അതായത് അതീവ രഹസ്യമായിട്ട് 8 ദിവസം കൊണ്ട് ഈ സന്ദീപ് വാര്യറിനെ കൊണ്ട് കോൺഗ്രസ് നടന്നു. പിന്നീട് ആ പാളയത്തിലേക്ക് പെട്ടെന്ന് ഞെട്ടിച്ച്, അതായത് തെരഞ്ഞെടുപ്പ് വേളകൾ വരുന്ന അതേ സമയം തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സ്ഥാനമാറ്റം നടത്തുന്നു. ഇരു കൈയും നീട്ടി കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഒപ്പം സപ്പോർട്ടിനായിട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തുന്നു. സന്ദീപിന്റെ കളം മാറ്റം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാക്കില്ല എന്നാണ് BJP വിശ്വസിക്കുന്നത്. കാരണം RSS നിയോഗിച്ച പ്രതിനിധികൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നും അതൃപ്തരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നും നേതാക്കൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. ദേശീയ സംസ്ഥാന നേതാക്കളുടെ കൂട്ടവരവ് ഇല്ലാത്തത് BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമെന്നാണ് ഇവർ പറയുന്നത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ദേശീയ നേതാക്കൾ പ്രചാരണം നടത്തുന്ന പതിവില്ല എന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. V. മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പക്ഷേ വ്യക്തമായിട്ടുള്ള മറുപടി ഇവർക്കില്ല. ഈ കാടിളക്കിയുള്ള പ്രചാരണമല്ല, പകരം കുടുംബയോഗങ്ങളും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കലുമാണ് പാർട്ടി ഊന്നൽ നിൽക്കുന്നത് എന്ന് നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതേസമയം തന്നെയാണ് വലിയ വിജയ പ്രതീക്ഷയിൽ UDF നിൽക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് 8000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിക്കുന്നത്. P. സരിന്റെ കളം മാറ്റവും സ്ഥാനാർത്ഥിത്വവും അണികളുടെ വാശി കൂട്ടിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ സരിൻ ഇടത് സ്ഥാനാർത്ഥിയായത് തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് BJP കരുതുന്നുണ്ട്. സരിൻ പിടിക്കുക UDF-ന്റെ വോട്ടാകുമെന്നാണ് അവരുടെ വാദം. സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയതോടെ ഇത്തവണ എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന തോന്നൽ BJP പ്രവർത്തകരിൽ ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. അതായത് BJP വിടാതെ സന്ദീപ് വാര്യർ വിമതനായി നിൽക്കുന്നതായിരുന്നു നല്ലത് എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കൾ മണ്ഡലത്തിലുണ്ട്. BJPക്ക് സ്വാധീനമുള്ള നഗരസഭയിലെ ചില ഭാഗങ്ങളിൽ സന്ദീപിന് പിന്തുണയർപ്പിച്ച് പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകൾ ഇപ്പോൾ കാണാനുമില്ല. ഇത് BJPയിൽ വോട്ട് ഏകീകരണം വരുന്നു എന്ന സൂചനയാണ് എന്ന് വേണം പറയാൻ. 4 സ്വതന്ത്രരുടെ സാന്നിധ്യമാണ് UDF-ന് ആശങ്ക. ഇവർ വമ്പിച്ച പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ BJPയുടെ പണമാണ് എന്ന് UDF ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പിളർപ്പുണ്ടാക്കാൻ ഇനി 4 സ്വതന്ത്രർക്ക് കഴിയുമെന്നും BJP വിലയിരുത്തുന്നു. അതേസമയം തന്നെ ഈ അസാധാരണമായിട്ടുള്ള കെട്ടുറപ്പ് UDF ക്യാമ്പിൽ ഉണ്ട് എന്നത് ഇത്തവണ വ്യക്തമാണ്. VD സതീശനും ഷാഫി പറമ്പിലുമാണ് UDF-ന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത്. ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് 2021 BJPക്ക് ലഭിച്ച വോട്ട് ഇത്തവണ കൃഷ്ണകുമാറിന് കിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കളുള്ളത്. നഗരസഭയിൽ BJPയുടെ ഭൂരിപക്ഷം 2000-ൽ ഒതുക്കാൻ സാധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിജയം ഉറപ്പാണെന്നും അവർ പറയുന്നുണ്ട്. മാത്തൂരും പെരിയാറിലും UDF കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി കണ്ണാടിയിലാകട്ടെ ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടിയാലും അവിടെ BJP 3-ാം സ്ഥാനത്തേക്ക് തള്ളാൻ സാധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നത് കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ്. വൻതോതിൽ പുതിയ വോട്ട് ചോർത്താൻ സാധിച്ചതും സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനുള്ള രഹസ്യ ഓപ്പറേഷനും കോൺഗ്രസിൽ അസാധാരണമായ ഐക്യമുണ്ടെന്നും വിളിച്ചുമോതുന്നുണ്ട്. എന്നാൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ താൻ എതിർത്തിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തലുമായിട്ട് K. മുരളീധരൻ ആദ്യം രംഗത്തെത്തിയിരുന്നത്. പിന്നീട് പറഞ്ഞു അത് അങ്ങനെയല്ല, കാര്യങ്ങൾ മാറിയെന്ന്. അതായത് പിന്നീട് സന്ദീപ് വാര്യരുടെ 2 നിലപാടുകളെയാണ് താൻ എതിർത്തിരുന്നത് എന്നും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് വിമർശിച്ചതായിരുന്നു ഒന്നാമത്തെ കാര്യമെന്നും രണ്ടാമത്തെ ഈ ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു എന്നും K. മുരളീധരൻ പറയുകയുമുണ്ടായി. ഇതായിരുന്നു സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ എതിർത്തിരുന്ന 2 കാരണങ്ങൾ എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞിരുന്നത്. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമൊക്കെ ഒരുക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. ഇപ്പോൾ പാലക്കാട് രാഷ്ട്രീയത്തിൽ ആകെ ഇളകി മറിയുന്ന ഒരു സാഹചര്യമാണ്. എവിടെ എന്ത് നടക്കുന്നു, ആരെപ്പോൾ മാറുന്നു, എങ്ങനെയൊക്കെ കളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ സ്ഥാനാർത്ഥികളും അംഗങ്ങളും ഒക്കെ മാറിക്കഴിയുമ്പോൾ
എന്താണ് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇനി ഒരു ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ കണ്ടറിയാനേ സാധിക്കൂ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ ആ ഒരു രാഷ്ട്രീയ രീതികൾ മാറുന്നു. കൊടകര സംഭവം വരുന്നു, BJPയുടെ മറ്റൊരു സംഭവം വരുന്നു, ഈ LDFനെതിരെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തന്നെ മറുകണ്ഠം ചാടുന്ന രീതിയിലേക്ക് നേതാക്കളും എത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതൊക്കെ ഇനി ഈ ഒരു റിസൾട്ട് വന്നാൽ മാത്രമേ അറിയൂ.